അപ്സരയുടെ സങ്കടമെല്ലാം മാറ്റി വീട്ടുകാരെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും മുഖം മൂടിയും ധരിച്ചുകൊണ്ട് ആൽബി ചാടി ഇറങ്ങുകയാണ്. ആൽബിയെ പിടിക്കുവാൻ വേണ്ടി നമ്മുടെ ഗബ്രിയെ പോലൊരാൾ മാസ്കുമൊക്കെ ധരിച്ചുകൊണ്ട് ആൽബിയുടെ പിന്നാലെ. വീട്ടുകാർക്ക് ആദ്യം ഒരു അമ്പരപ്പുണ്ടായെങ്കിലും പെട്ടെന്ന് മനസ്സിലായി അത് ആൽബി തന്നെയാണെന്ന്. അഭിഷേക് ശ്രീകുമാറാണ് ആദ്യം വിളിച്ചു പറഞ്ഞത് ഇത് ആൽബി ചേട്ടനാണെന്ന്. എന്തായാലും അപ്സര ഓടി വന്നു, കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അപ്സരയുടെ കണ്ണുനീര് ശരിക്കും വറ്റുന്നത്. തുടർന്ന് ആ വീട്ടിൽ വലിയ ആഘോഷവും ഉത്സവ തിമിർപ്പുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ്റെ പെങ്ങൾ ആ വീട്ടിൽ വന്നു കയറിയപ്പോൾ ഉണ്ടായ ഒരു പോസിറ്റീവ് വൈബ് പോലെ ആൽബിയിൽ നിന്നും അത്തരത്തിലുള്ളൊരു വൈബ് ആ വീട്ടിലേക്ക് വ്യാപരിക്കുവാൻ തുടങ്ങി. സത്യം പറയാമല്ലോ, ഭയങ്കര ഫണ്ണായിട്ടാണ് അദ്ദേഹം കയറി വന്നത്. ഓരോ ആൾക്കാരോടും അദ്ദേഹം സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ചിരിയോടുകൂടി മാത്രമായിരുന്നു കേട്ടിരിക്കുവാൻ കഴിയുന്നത്. അതിനിടയ്ക്ക് നോറയ്ക്കിട്ട് ആദ്യം തന്നെ കൊടുത്തിട്ടാണ് തുടങ്ങിയത്. നോറ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, നോറ ഒറ്റയ്ക്ക് സംസാരിക്കാൻ തുടങ്ങിയ ഉടൻ തന്നെ ടിവിയുടെ വോളിയം ഞാൻ 10 പോയിന്റ് താഴേക്ക് കുറച്ചു വെക്കും. അപ്പോഴേ നോറ ഒന്ന് ചമ്മി. എന്നിട്ട് നോറയോട് ചോദിക്കുക, നോറ സുഖമല്ലേ? അപ്പോൾ നോറ നാണം കൊണ്ട് മുഖം കുനിക്കുകയാണ്. അപ്പോഴേക്കും ആൽബി പറയുകയാണ്, അയ്യോ നോറ, ഞാൻ സുഖമാണോ എന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ, അത് നീ തെറ്റിദ്ധരിച്ചു, എന്തിനാണ് ഇത്രയും നാണിക്കുന്നത്? തുടർന്ന് ജിൻഡോയോടാണ് താൻ സംസാരിച്ചത്. ജിൻഡോയോട് പറയുകയാണ്, അപ്സര ജിൻഡപ്പനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഞെട്ടി. അതെ, എനിക്ക് ഉറപ്പാണ് ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ടെന്ന്. കാരണം ഇവിടെ അപ്സര ജിൻഡോയെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പോഴേ എനിക്കറിയാമായിരുന്നു അപ്സരയുടെ കയ്യിൽ നിന്ന് നല്ല ഒന്നാം തരം പിച്ചും അടിയും കിട്ടിയിട്ടുണ്ടാകുമെന്ന്. കാരണം അപ്സരയുടെ അടുക്കൽ ഡാൻസ് പഠിക്കുവാൻ വേണ്ടി നാട്ടിൽ പല കുട്ടികൾ വരാറുണ്ട്. വലിയ ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും അപ്സരയുടെ അടുക്കലേക്ക് ഡാൻസിന് വേണ്ടി വരുന്നത്. പക്ഷേ തിരിച്ചിറങ്ങി പോകുന്നു, ദേഹമെല്ലാം മുറിവുമായിട്ട് കരഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ജിൻഡപ്പൻ അപ്സരയുടെ അടുക്കൽ ഡാൻസ് പഠിക്കാൻ കയറുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോകുമെന്ന്. അപ്പോൾ ജിൻഡോ പറയുക, സത്യമാണ്, എൻ്റെ 2 കൈയും പിച്ചി പറിച്ചു ഉള്ള തൊലി മുഴുവനും പറിച്ചെടുത്തോണ്ടാണ് അപ്സര പരിപാടി അവസാനിപ്പിച്ചതെന്ന്. സത്യത്തിൽ ആൽബി വന്ന് കയറിയ ആ സമയം മുതൽ അവിടെ കണ്ടന്റുകളുടെ ബഹളമാണ്. കണ്ടമാനം ഫൺ എലമെന്റുകൾ വാരി വിതരപ്പെടുകയാണ്. ഇതിനിടയിൽ നിന്നൊരു ശബ്ദം ആരുടെയോ പൊങ്ങി വരുന്നത് കേൾക്കാമായിരുന്നു. അമ്മ ഭയങ്കരമായിട്ട് അഭിനയിച്ചു കളഞ്ഞല്ലോ, അപ്സരയുടെ മുൻപിൽ താൻ ഒറ്റയ്ക്കാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത ഡയലോഗ്, എൻ്റെ പൊന്നുമക്കളെ, KPSCയിൽ കണ്ടമാനം വർഷം ഞാൻ നല്ല ഒന്നാം തരം ഒരു അഭിനേത്രിയായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്, എനിക്കാണോ അഭിനയിക്കാൻ ബുദ്ധിമുട്ട്? എന്തായാലും വീട്ടുകാർ അവരുടെ ചുറ്റും കൂടിയിരിക്കുകയാണ്. വലിയ ആഘോഷവും ഉല്ലാസവും ഒക്കെയാണ് ഇപ്പോൾ ലൈവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.